ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ക്രൂഡ് ഓയിൽ വിതരണം പ്രതിസന്ധിയില്ലാതെ തുടരുന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ. രാജ്യസഭയിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു നാളെ അസമിലെ ഗുവാഹത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്ത് ഇന്ധന വിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് ഉറപ്പു നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. 65,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും സമയബന്ധിതമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രതീക്ഷ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ക്രൂഡ് ഓയിൽ വിതരണം പ്രതിസന്ധിയില്ലാതെ തുടരുന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധി സംബന്ധിച്ച് പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LPG ലഭ്യത സംബന്ധിച്ച് വളരെയധികം പരിഭ്രാന്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോട്ടലുകളെയും തെരുവ് കച്ചവടക്കാരെയും ഇത് ബാധിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70% മറ്റ് മാർഗ്ഗങ്ങളിലൂടെയാണ് എത്തുന്നത്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാലും അത് രാജ്യത്തെ ബാധിക്കുന്നില്ലെന്ന് ശ്രീ ഹർദീപ് സിംഗ് പുരി ഉറപ്പു നൽകി. India's crude supply position is secure and volume secured exceed what Hormuz would have delivered. Before the crisis, approximately 45% of India's crude imports transited through the Hormuz route. India has secured crude volumes that exceed what the disrupted Strait of Hormuz could have delivered in the same period. വിവിധ വിഷയങ്ങളെ ചൊല്ലി ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. രാവിലെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ ചോദ്യോത്തരവേള പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. തുടർന്ന് 12 മണിവരെ സഭ നിർത്തിവച്ചു. വീണ്ടും പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്തു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും ഓം ബിർള പറഞ്ഞു. രാജ്യസഭയിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് ഗ്രാമങ്ങളിലാണെന്ന് BJP MP സംഗീത ബൽവന്ത് പറഞ്ഞു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് തൊഴിൽ നൽകിയെന്നും എന്നാൽ പദ്ധതിയുടെ വിഹിതം കുറച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടാക്കിയെന്ന് കോൺഗ്രസ് MP ശക്തിസിംഗ് ഗോഹിൽ ആരോപിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു നാളെ അസമിലെ ഗുവാഹത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. 9.32 കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ ചർച്ച നടത്തി. സമുദ്ര ഗതാഗത സുരക്ഷ, ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനിൽ ഏകദേശം 9,000-ഓളം ഇന്ത്യൻ പൌരന്മാരുണ്ടെന്നും ഇന്ത്യക്കാരെ സർക്കാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. സംഘർഷം ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫ് മേഖലയിലെ നേതാക്കളുമായി സംസാരിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഗാർഹിക LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ആശങ്ക ആവശ്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണത്തിന്റെ കാര്യത്തിൽ ആശങ്ക ആവശ്യമില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. നിലവിലെ ആവശ്യങ്ങൾ നിറവേറ്റാനാവുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഭയത്തിന്റെ പേരിൽ തിരക്കിട്ട് ഗാർഹിക സിലിണ്ടർ ബുക്ക് ചെയ്യേണ്ടതില്ല. 25 ദിവസ ഇടവേളയ്ക്ക് ശേഷമാണ് ബുക്കിംഗ് അനുവദിക്കുന്നത്. ഇതിനു മുൻപ് ബുക്ക് ചെയ്യാനാവില്ല എന്ന നിബന്ധന നിലവിലുണ്ട്. എന്നാൽ വീടുകളിൽ സിലിണ്ടർ ഡെലിവറി നടത്തി 25 ദിവസത്തിന് ശേഷം ബുക്ക് ചെയ്യുകയും അതനുസരിച്ച് സിലിണ്ടർ വിതരണം നടത്തുകയും ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു പ്രശ്നവും നേരിടുന്നില്ല. രാജ്യത്ത് ഇന്ധന വിതരണം തടസ്സമില്ലാതെ തുടരുമെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉറപ്പു നൽകി. പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ളവയുടെ മതിയായ ശേഖരം ലഭ്യമാണെന്നും IOC സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. വ്യാജ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും പെട്രോൾ പമ്പുകളിൽ അനാവശ്യ തിരക്ക് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കൊല്ലം ജില്ലാതല ഗാർഹിക പാചകവാതക അദാലത്ത് ജില്ലാ കളക്ടർ N ദേവിദാസിന്റെ അധ്യക്ഷതയിൽ നടന്നു. പാചകവാതക ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്ക മൂലം ഉപഭോക്താക്കൾ ധാരാളമായി സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനാൽ ബുക്കിംഗ് സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാറുകൾക്ക് കാരണമാകുന്നതായി ഏജൻസി പ്രതിനിധികൾ അറിയിച്ചു.
വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ എന്നീ സ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാൻ കമ്പനി പ്രതിനിധികൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. അർഹരായ 65,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതോടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് തരംമാറ്റി നൽകിയ ആകെ കാർഡുകളുടെ എണ്ണം 7,16,692 ആയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കുട്ടികളിലെ ഗുരുതര വൃക്കരോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് തുടക്കമിട്ട പ്രതീക്ഷ എന്ന പുതിയ സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. തിരുവനന്തപുരം SAT ആശുപത്രി സംസ്ഥാനതല പീഡിയാട്രിക് നെഫ്രോളജി ഹബ്ബായി പ്രവർത്തിക്കും. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും സമയബന്ധിതമായ ചികിത്സയും ഇടപെടലുകളും ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ ഗുരുതര വൃക്കരോഗത്തിന്റെ തീവ്രത കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി പെൻഷൻ 5,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി സജി ചെറിയാൻ. നിലവിൽ നൽകിവരുന്ന സൂപ്പർഅന്വേഷൻ പെൻഷനും 5,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. കലാകാരന്മാരെ ചേർത്തുപിടിക്കുന്ന സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെ UV ഇൻഡെക്സ് കണക്കനുസരിച്ചാണ് ജാഗ്രതാ മുന്നറിയിപ്പ്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവ്. പ്രൊഫസർ MK സാനു, അഡ്വക്കേറ്റ് MK ശശീന്ദ്രൻ എന്നിവർ സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ച ജസ്റ്റിസ് TR രവിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2006 മുതൽ യോഗത്തിന്റെ വാർഷിക റിട്ടേണുകൾ ഫയൽ ചെയ്തിട്ടില്ലെന്നും ഈ വിഷയം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിനെ നിയമിച്ചതായും ഹർജിയിൽ പറയുന്നു. മലയാളിയെ ഗതകാല സ്മരണകളിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന പഴയകാല വിന്റേജ് ബസ് KSRTC പുനർനിർമ്മിച്ച് നിരത്തിലിറക്കി. ബസിന്റെ ട്രയൽ റൺ മന്ത്രി KB ഗണേഷ് കുമാർ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. 60കളിൽ തിരുവനന്തപുരത്ത് ഓടിയിരുന്ന KSRTC ബസിന്റെ മാതൃകയാണ് വിന്റേജ് ബസിന്റെ രൂപത്തിൽ KSRTC പുറത്തിറക്കിയത്. സീറ്റും കർട്ടനുമെല്ലാം പഴയ KSRTC ബസിനെ അനുസ്മരിപ്പിക്കും വിധം വിന്റേജ് ബസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കിഴക്കേക്കോട്ട മുതൽ പേരൂർക്കട വരെയാണ് ബസ് സർവീസ് നടത്തുന്നത്. വെറും 2 മാസം കൊണ്ട് KSRTC ജീവനക്കാർ തന്നെയാണ് ബസ് നിർമ്മിച്ചത്. ഫ്ളാഗ് ഓഫിന് ശേഷം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ ബസ് ട്രയൽ റൺ നടത്തി. തമിഴ്നാട് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആകാശവാണി മുൻ പത്തനംതിട്ട ജില്ലാ പ്രതിനിധിയും ജീവൻ TV റിപ്പോർട്ടറുമായിരുന്ന ബിജി വർഗീസിന്റെ സംസ്കാര ചടങ്ങുകൾ നൂറനാട് പടനിലം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. 2025-ലെ 5 ജില്ലകളുടെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കി കേരളം. ആശുപത്രികളിലെ ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ തോത് വിലയിരുത്താനാണ് ആന്റിബയോഗ്രാം. രാജ്യത്ത് ആദ്യമായാണ് ജില്ലാതലത്തിലുള്ള ആന്റിബയോഗ്രാം ഒരു സംസ്ഥാനം പുറത്തിറക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ക്രൂഡ് ഓയിൽ വിതരണം പ്രതിസന്ധിയില്ലാതെ തുടരുന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യസഭയിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് നടന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു നാളെ അസമിലെ ഗുവാഹത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്ത് ഇന്ധന വിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് ഉറപ്പു നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അർഹരായ 65,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും സമയബന്ധിതമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രതീക്ഷാ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.